ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴതോരും മുമ്പയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാലിനെ കുടിക്കാനായിട്ട് തുടങ്ങിയിരിക്കുക. അപ്പോൾ 2 കുപ്പി എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, 2 ഗ്ലാസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ കുട്ടിച്ചേന അങ്ങോട്ട് വരുന്നത്. ഇപ്പോൾ കുട്ടിച്ചേന ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, നീ എന്താണ് സ്റ്റാൻലി, നീ എന്താ കുടിക്കാനായിട്ട് ഒരുപാട് അങ്ങോട്ട് തുടങ്ങിയല്ലോ, നീ എന്താ 2 ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്, ആർക്ക് വേണ്ടിയാടാ എന്ന് ചോദിച്ചപ്പോഴേക്കും, അപ്പച്ചന് വേണമെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. അയ്യോടാ എനിക്ക് വേണ്ട, നീ ഇത്രയും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പച്ച, ഞാൻ കുടിക്കാതിരിക്കും. ഈ കാര്യത്തിൽ അപ്പച്ചനൊരു അക്ഷരം പോലും മിണ്ടിപ്പോയത്. അയ്യോ ഞാൻ മിണ്ടുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വായേം പൊത്തി ഇങ്ങ് നിൽക്കുകയാണ്. അപ്പച്ചനൊരു കാര്യം അറിയാം അപ്പച്ച, ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാണ് അപ്പച്ച? അവൾ എന്തിനാണ് അടുക്കളയിൽ കയറി മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാനായിട്ട് പോകുന്നത്? ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പച്ച. അവളോട് ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവൾ ലാഭം പിടിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ് അപ്പച്ച. ഇതൊക്കെ ഇങ്ങനെ വെച്ച് പൊറപ്പിക്കാനായിട്ട് പറ്റുമോ? അപ്പച്ചനൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുടിച്ചാനാണെങ്കിൽ വായം പൊത്തിങ്ങ് നിൽക്കുക. എന്താ അപ്പച്ച, അപ്പച്ചനൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്കെന്തെങ്കിലും പറയാവോ അപ്പച്ച? ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ അപ്പച്ച. എടാ അവിടെ കാണിക്കുന്നത് വലിയൊരു തിരിമറിവാണടാ, നീ അത് കണ്ടല്ലേ? അത്രയും മീൻ്റെ കഷ്ണങ്ങളും വെട്ടിമുറിച്ച് മാറ്റി ആ വേലക്കാരിക്ക് കൊടുത്തു വിടുന്നു. ഇതൊക്കെ എവിടത്തെ ന്യായമാണ്? ഇതൊന്നും അവൾക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് എൻ്റെ ലാലിച്ച. അങ്ങനെയൊക്കെ വെറുതെ വിടാൻ പറ്റുമോ? അതൊക്കെ അവളുടെ കണ്ണി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൾ അതിന് മറുപടി കൊടുത്തു. അതിനിപ്പോൾ എന്താണ്, അവൾ അങ്ങനെ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയൊരു കാര്യത്തിനൊക്കെ അടുക്കളയിൽ കയറി വഴക്കുണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം നാണക്കേടുണ്ടോ? അതൊക്കെ വളരെ മോശമായ കാര്യമല്ലേ അപ്പച്ച? ഇതൊക്കെ നമ്മളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണോ? ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണം, എന്നാലേ ജീവിതങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ആണോ ലാലിച്ച? ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കണോ? പക്ഷേ ഞാനൊരു കാര്യം പറയാം, അവൾ അങ്ങനെ വെറുതെ അത് വിടുന്ന മട്ടില്ല. അവൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ കയറി ഇടപെടും. ന്യായമായ കാര്യം എന്താണോ അതിൽ കയറി ഇടപെടുന്ന സ്വഭാവക്കാരിയാണ് അലീന അപ്പച്ച. അപ്പച്ചൻ്റെ ചിന്നമ്മയില്ലേ, ഇങ്ങനെയായിരുന്നോ? വഴക്ക് കൂടുമായിരുന്നോ? ആരെങ്കിലോടൊക്കെ വഴക്ക് കൂടി അങ്ങോട്ട് പോകുമായിരുന്നോ? നിൻ്റെ അമ്മയെക്കുറിച്ച് നിനക്കറിയില്ലേ ലാലിച്ച എന്നിരിക്കുമ്പോൾ, എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ എൻ്റെ അമ്മ പോയി ഇടപെടാറില്ല. പക്ഷേ ഇവളെങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുട്ടിച്ചായം പറയാണ്, ശരിയാ, നിൻ്റെ അമ്മ പുറമേ ഒന്നും ആരോടും വഴക്ക് കൂടാറില്ല. പക്ഷേ രാത്രി കിടന്നുറങ്ങാൻ ചെല്ലുമ്പോഴേ അവൾ എന്നോട് ഒരുപാട് പരാതികളെല്ലാം പറയാറുണ്ട്, പിണക്കവും പരിഭവവും ഒക്കെ പറയാറുണ്ട്. അവൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അലീന അത് നേരെ തിരിച്ചായിപ്പോയി. എല്ലാവരുടെയും മുഖത്ത് നോക്കി അവൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അതിനെന്താ ലാലിച്ച, നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അല്ല ഇതിനിടയ്ക്ക് നീ എന്തിനാണ് അവളോട് വഴക്കുണ്ടാക്കാൻ പോയത്? എൻ്റെ വല്ല കാര്യമുണ്ടോ? പിന്നെ അപ്പച്ച ഞാൻ ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കാനായിട്ട് പോയി. നിനക്ക് എന്തെങ്കിലും ഇവിടെ കുറവുണ്ടോ? നിനക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഞാൻ തരാം. നിനക്ക് വിദേശത്തോട്ട് പറക്കണോ? നിന്നെ ഞാൻ പറപ്പിക്കാം. നിനക്ക് പണം വേണോ? ഞാൻ പണവും തരാം. എന്ത് വേണമെങ്കിലും നിനക്ക് തരാം. പക്ഷെ അവളെന്ന് പറഞ്ഞറിയാവോ, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് അടുക്കളയിലെ ചെലവ് ചുരുക്കി അതിൽ മിച്ചം പിടിക്കുന്ന പൈസ മാത്രം തന്നാൽ മതിയെന്ന്. ഇതിന് ഞാൻ എന്ത് മറുപടിയാണ് അപ്പച്ച പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അപ്പച്ചനെടുത്ത് ഇങ്ങനെ ചിരിക്കുകയാണ്. അവൾ അങ്ങനെയാണെന്നേ, അവൾ ആ രീതിയിലാണ് വളർന്നു വന്നത്, അതുകൊണ്ടല്ലേ അപ്പച്ച. പിന്നെ അവളെ എൻ്റെ വായ അടപ്പിക്കാൻ വേണ്ടി എന്നെ മുട്ടുകുത്തിപ്പിക്കാൻ വേണ്ടി പറയുവാണ്. ഞാനിതേപോലെ നല്ല നല്ല ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ടില്ല, എച്ചിലെങ്കിലും കിട്ടിയാലോ എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ. എന്തിനപ്പച്ച അവൾ അങ്ങനെ പറയുന്നത്? അവൾ അങ്ങനെ എച്ചിൽ കഴിക്കുന്ന കാര്യം നമ്മൾക്ക് അറിയാമായിരുന്നോ? ഇല്ലല്ലോ. അവളങ്ങനെ ഇങ്ങനൊരു കുട്ടി ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവളെ ഉപേക്ഷിച്ച് പോകുമായിരുന്നോ വല്ലേ അപ്പച്ച എന്ന് ചോദിക്കുമ്പോൾ, അത് നിനക്ക് അവളോട് പറയായിരുന്നില്ലേ ലാലിച്ച? എന്തിനാണ് മൂടി വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ, പറഞ്ഞിട്ട് എന്ത് കാര്യം? ഓരോ കാര്യങ്ങളും പറയുമ്പോൾ തർക്കിച്ച് കയറിക്കൊണ്ടിരിക്കുമല്ലേ. എന്തെങ്കിലും അങ്ങോട്ട് പറയാനായിട്ട് സമ്മതിക്കും അപ്പച്ച? അവൾ ഒന്നിനും സമ്മതിക്കില്ല. നമ്മളുടെ വായ അടക്കുന്ന രീതിയിലാണ് അവൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ പൊന്ന് ലാലിച്ച, നിൻ്റെ മകളല്ലേ,
ആ ഒരു ഗാംഭീര്യമൊക്കെ അവളിലും കാണും. ദേ ഈ കൊട്ടാരമട്ടത്തിൽ വെറുതക്കുട്ടിയുടെ കൊച്ചുമോൾ അവള്, സ്റ്റാലിൻ ജോസഫിൻ്റെ മകൾ. അപ്പോൾ ആ ഒരു തൻ്റെ ഇടവും വാശിയൊക്കെ അവൾക്കും കാണും ലാലിച്ച. അതൊക്കെ നീ കാര്യമാക്കണ്ട. ഞാൻ ഏതായാലും പോയി അവളോടൊന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചിട്ട് എന്താണ് അവളുടെ മനസ്സിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ. അവളൊന്ന് ഞാൻ മാറ്റിയെടുക്കാൻ പറ്റും നോക്കാം. പിന്നെ അപ്പച്ചൻ അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പച്ചന് ചുരുട്ടിക്കൂട്ടി അവൾ കയ്യിലെടുക്കും. എടാ അതങ്ങനെയാടാ, എൻ്റെ ചിന്നമ്മയല്ലേ. അപ്പം ചിന്നമ്മ ഇച്ചിരി ചുരുട്ടിക്കൂട്ടി കയ്യിലെടുത്താലും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലടാ എന്നും അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടിച്ചാൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ലാലിച്ചൻ വീണ്ടും കുടി തുടങ്ങി. ഇതൊന്നും നിർത്തൂല എന്നുള്ളൊരു ഒറ്റ വാശിയോട് കൂടി തന്നെ നിൽക്കുകയാണ് ലാലിച്ചൻ. അങ്ങനെ പിന്നീട് നമ്മുടെ അലീനയെ കാണിക്കുകയാണ്. അപ്പോൾ അലീന ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ മേശമ തലയിൽ ചായച്ച് ഇങ്ങനെ കിടന്ന് ഉറങ്ങുക. ആ സമയത്താണ് നമ്മുടെ വലിയപ്പച്ചൻ വരുന്നത്. മോളെ അലീന എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ അലീന ചാടി എണീറ്റ് കണ്ണീരൊക്കെ തുടക്കുകയാണ്. എന്തു പറ്റി, ഇത് വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. അല്ല മോള് കരയായിരുന്നു? ഇല്ല ഞാൻ കരയുന്നില്ല. എനിക്കറിയാം മോള് കരയുമായിരുന്നു. മോൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. എന്തിനാണ് ലാലിച്ചനോട് വഴക്കുണ്ടാക്കാൻ പോകുന്നത്? എന്തിനാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നത്? അവരവരുടെ രീതിയിൽ നടക്കട്ടെന്നേ, അവരവരുടെ പ്രശ്നങ്ങൾ തീർക്കട്ടെ. മോൾ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? ഞാൻ അതിൽ കയറി ഇടപെട്ടതാണോ ഇപ്പോൾ വലിയ പ്രശ്നമായി പോയത്? അവരവിടെ കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ എനിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനായിട്ട് പറ്റുമല്ലേ പച്ച? അതൊക്കെ ചോദിച്ചതാണ് ഇത്രയും വലിയ തെറ്റ്. അതിനെന്നോട് ഇത്രയും മാത്രം ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്നെ വഴക്ക് പറഞ്ഞു എൻ്റെ പപ്പ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിന്നെ വഴക്ക് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവൻ ആരെയാണ് വഴക്ക് പറയാത്തത്? അവൻ്റെ അപ്പനായ എന്നെ വരെ അവൻ വഴക്ക് പറയും. പിന്നെ അവനെ മിലിറ്ററിയിലായിരുന്നില്ലേ, അവൻ്റെ കീഴെ കുറേ ജോലിക്കാരുണ്ടായിരുന്നില്ലേ, അവരൊക്കെ വഴക്ക് പറയുമായിരുന്നു. എനിക്കറിയാം അതൊക്കെ. അവരെയും വഴക്ക് പറയായിരുന്നു. അതേപോലെ തന്നെ ഈ കേണൽ സാറിൻ്റെ മുകളിലും കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവരുടെയൊക്കെ വഴക്ക് കേൾക്കുമ്പോൾ പഞ്ചപുച്ഛം മടക്കി ഇങ്ങനെ തലയും കുറിച്ച് നിൽക്കാറില്ലേ? അമ്പടി കേമി, അത് കൊള്ളാലോ. അതാരാ നിന്നോട് പറഞ്ഞത്? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം മോളെ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ എനിക്കറിയാം, അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് വല്യപ്പച്ച. ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് വല്യപ്പച്ച. ദേ മോളെ, അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കണ്ട. നിനക്ക് അവൻ്റെ സ്വഭാവം അറിയാൻ പാടാത്തത് കൊണ്ടാണ് ഈ അടുക്കളയിൽ കയറി വന്നതും പിന്നെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നതും അങ്ങനത്തെയുള്ള പരിപാടികളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാലേ അവൻ്റെ സ്വഭാവം ശരിക്കും മാറും അങ്ങോട്ട്. ഞാൻ കളിതമാശ പറഞ്ഞല്ല, സത്യമായിട്ട് പറഞ്ഞതാണ്. അവൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂലേ. എന്ത് സ്വഭാവം മാറിയാലും എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ മോളെ അലീനെ, നിന്നെ ഇവിടെ നിന്ന് നാട് കടത്താൻ നോക്കുവള്. എന്നെ നാട് കടത്തോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കാണണമല്ലോ. നാട് കടത്താൻ വന്ന ആൾക്കാർ നിങ്ങോട്ട് വരട്ടെ, എന്നെ ഒന്ന് പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണമല്ലോ. അമ്പടി കേമി. ഏതായാലും ഞാൻ വിചാരിച്ചിരുന്നതേ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇവിടെ നിന്ന് നാട് വിട്ട് പോകാമെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ആ തീരുമാനം അങ്ങോട്ട് മാറ്റിയോ? മാറ്റി. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടം വിട്ടു പോകില്ല. അപ്പം നിന്നെ അടിച്ചിറക്കിയാലും പോകില്ലേ? ഇല്ല, പോകൂലെന്ന് പറഞ്ഞാൽ പോകൂലേ അലീന. ഇവിടെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിന് ശേഷമേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അതുവരെ ഇവിടെ ഞാൻ പിടിച്ചു നിൽക്കും. ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അങ്ങനെ ഇവിടുത്തെ കള്ളത്തരങ്ങളൊന്നും വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. ഒരു കേണൽ സാറും കുറേ ശിങ്കടിമാരും എന്നിട്ട് കേണൽ സാറെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ ശിങ്കടികളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവരെയൊന്നും ഇനി ഞാൻ ഇതേപോലെ ജീവിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. തെറ്റ് കണ്ടാൽ ഈ അലീന പ്രതികരിച്ചിരിക്കും. അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണ് അല്ലേ? ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വല്യച്ഛ. ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകില്ല. ഇവിടെ എല്ലാം ഒന്ന് ശരിയാക്കി നേരാക്കി എടുക്കാനുണ്ട്. ആയിക്കോട്ടെ. ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാലേ അപ്പച്ചൻ ആരുടെ കൂടെ നിൽക്കും? എൻ്റെ ഭാഗത്താണോ അല്ലെങ്കിൽ ലാലിച്ചൻ്റെ ഭാഗത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കണം? വല്യപ്പച്ചന് ഇഷ്ടമുള്ളവരുടെ ഭാഗത്തു നിന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത്രയും നാൾ ഞാൻ എൻ്റെ ലാലിച്ചൻ്റെ ഭാഗത്താണ് നിന്നുകൊണ്ടിരുന്നേച്ചത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഞാൻ
അലീനയുടെ ഭാഗത്തേക്ക് എൻ്റെ ചിന്നമ്മയുടെ ഭാഗത്ത് നിൽക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഓ വേണമെന്നൊന്നുമില്ല, ലാലിച്ചൻ്റെ ഭാഗത്തിന് നിന്ന് വല്യപ്പച്ചൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ലാലിച്ചനോട് പോകാൻ പറ. എൻ്റെ ചിന്നമ്മ ഇവിടെ നിന്ന് വെന്തുരുകുമ്പോൾ ഞാൻ എൻ്റെ ചിന്നമ്മയുടെ കൂടെ അല്ലേ നിൽക്കേണ്ടത്. ലാലിച്ചനോട് പോയി പണി നോക്കാൻ പറ. ആണോ വല്യപ്പച്ച? അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വല്യപ്പച്ചൻ എൻ്റെ കൂടെ തന്നെ നിൽക്കില്ല? തീർച്ചയായിട്ടും. അപ്പോൾ രണ്ടുപേരും കൈ കൊടുത്ത് സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ അലീന നമ്മുടെ മനുവിനെ വിളിക്കുകയാണ്. അപ്പോൾ മനു ചോദിക്കുകയാണ്, അവിടുത്തെ വിശേഷങ്ങളെല്ലാം എന്തുണ്ട് അലീന? എല്ലാം അടക്കി പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഓ ഇവിടെ എന്ത് വിശേഷം, പപ്പയ്ക്കാണെങ്കിൽ ഒരുപാട് കുടിയാ, ആ കുടി എങ്ങനെയെങ്കിലും നിർത്തണം, അതാണ് എൻ്റെ ഒരു താല്പര്യം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചില കള്ളത്തരങ്ങളൊക്കെ നടക്കുന്നുണ്ട് മനുവേട്ടാ, ആ കള്ളത്തരങ്ങളൊക്കെ എനിക്ക് പൊളിച്ചടുക്കി കൈ കൊടുക്കണം. ചില കാര്യങ്ങളൊക്കെ പറയാൻ പോകുമ്പോഴേ പപ്പ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഓ അപ്പോൾ വലിയ യുദ്ധം തന്നെയാണ്. യുദ്ധം ചെയ്യേണ്ടി വരും. എന്താ അലീനയ്ക്ക് അവിടെ നിന്ന് പോകണമെന്ന് വലിയ താല്പര്യമുണ്ടോ? ആദ്യമൊക്കെ എനിക്ക് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ഞാനിവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അത് ശരി, അപ്പം യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തീർച്ചയായിട്ടും യുദ്ധം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയാണ്. അല്ല, ഈ അവിടെ അവരുടെ ഭാര്യയും മക്കളൊന്നുമില്ലേ? അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല മനുവേട്ടാ. ഞാനാണെങ്കിൽ വല്യപ്പച്ചനോട് ചോദിച്ചപ്പോഴേക്കും വല്യപ്പച്ചൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അതൊക്കെ എനിക്ക് കുത്തിപ്പൊക്കി കൊണ്ടുവരണം എൻ്റെ മനുവേട്ടാ. അതിന് ശേഷമേ ഈ അലീനയ്ക്കിനി റെസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അലീന എന്നോടേ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ ഉടനെ അവിടെ എത്തും ഒരു താലി ചരടുമായിട്ട്. എന്നിട്ടേ അലീനയെ കെട്ടിക്കൊണ്ട് ഞാൻ വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്ന് ചിരിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.